ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ അത്തമായിരുന്നു. 10 ദിവസം 10 നാളാണ് എന്ന് പറഞ്ഞാൽ അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നിങ്ങനെ. ഇന്ന് ചിത്തിര നാളാണ്. അതുകൊണ്ട് നമുക്കിന്ന് ചിത്തിരപ്പൂക്കൾ എന്ന് വിളിക്കാം. 2 പൂ വെച്ചാണ് ഇന്ന് പൂക്കളം ഒരുക്കുന്നത്. അത്തത്തിന് തുമ്പപ്പൂവാണ് ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടുന്നു. രണ്ടാമത്തെ ദിവസവും നമ്മൾ ഒന്നാമത്തെ ദിവസം ഏത് പൂവാണോ ഇട്ടത് അതിൻ്റെ കൂടെ തുളസിയും ചേർത്താണ് ഇന്ന് പൂവിടേണ്ടത്. തുളസി വിശുദ്ധിയുടെയും ഭക്തിയുടെയും പ്രതീകമാണ്. മാത്രമല്ല അതിൻ്റെ ഇലകൾക്ക് നല്ല സുഗന്ധവുമാണ്. ഇനി നമുക്കിന്ന് ചിത്തിരപ്പൂക്കളം ഒരുക്കാം. അതിനു മുമ്പ് അത്തനാളിലിട്ട വാടിയ പൂവൊക്കെ നമുക്ക് കവറിൽ എടുത്തു വയ്ക്കാം. ഇന്ന് പൂക്കളം ഇടുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ്. അങ്ങനെ ഇതാ ചിത്തിരപ്പൂക്കളം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു സിമ്പിളായിട്ടുള്ള പൂക്കളമാണ്. അത്തനാളിലാണ് മഹാബലി പാതാളത്തിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം. മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ഐതിഹ്യമനുസരിച്ച് കശ്യപ പ്രജാപതിയുടെ വംശത്തിൽപ്പെട്ട പരമഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനായിട്ടായിരുന്നു മഹാബലി പിറന്നത്. ഇനി നമുക്ക് ചോദ്യ വിശേഷങ്ങളുമായി നാളെ വരാം. എല്ലാവർക്കും ചിത്തിര ദിനാശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.